Today we are discussing the topic changes in demand. Then we know there are two types of changes in demand, that is movement along the demand curve and shifts in demand curve. In the last class we discussed the movement along the demand curve. We know movement along the demand curve occurs due to changes in price. Today we want to discuss shifts in demand curve. Shifts in demand curve occurs due to changes in non-price factors affecting demand for a commodity other than price. Then here we can see two types of shifts in demand. That is increase in demand and decrease in demand. Okay, അപ്പോൾ നമുക്കറിയാം ചോദനത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്നെന്താണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും ഒന്ന് ചോദന വക്രത്തിൻ്റെ മാറ്റവുമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന്. അത് സംഭവിക്കുന്നത് വിലയിൽ വരുന്ന മാറ്റങ്ങൾ കാരണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ചോദന വക്രത്തിൻ്റെ മാറ്റമാണ്. ചോദന വക്രത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നത് വിലയൊഴികെയുള്ള ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റ് ഘടകങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കാരണമാണ്. അത് രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണത്? ചോദനത്തിലെ വർധനവും ചോദനത്തിലെ കുറവും. ഇനി വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങൾ അല്ലെങ്കിൽ ചോദനത്തെ സ്വാധീനിക്കുന്ന വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ ആൻഡ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. അപ്പോൾ ചോദനത്തെ നിർണ്ണയിക്കുന്ന വില ഇതര ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? ഉപഭോക്താവിൻ്റെ വരുമാനം, ബന്ധപ്പെട്ട സാധനങ്ങളുടെ വിലകൾ, ഉപഭോക്താവിൻ്റെ അഭിരുചിയും മുൻഗണനകൾ, ഇവയൊക്കെയാണ് വില ഒഴികെയുള്ള ചോദനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ എന്താണ് ചോദന വക്രത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ ചോദനത്തിൻ്റെ മാറ്റം രണ്ട് രീതിയിലാണുള്ളത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ചോദനത്തിലെ വർധനവ്, ചോദനത്തിലെ കുറവ്. അത് ഓരോന്നായിട്ട് നമുക്കിവിടെ പരിശോധിക്കാം. Then here first we want to discuss increase in demand. അപ്പോൾ ചോദനത്തിലെ വർധനം. Increase in demand means a rightward or upward shift of the demand curve due to favorable changes in non-price factors. എന്താ പറയുന്നത്? വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളിൽ വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു വരുമാനത്തിൽ, ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അത് അനുകൂലമായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചോദന വക്രം വലതുഭാഗത്തേക്ക് അല്ലെങ്കിൽ മുകൾ ഭാഗത്തേക്ക് മാറുന്നു. ഇതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ വക്രം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ചോദന വക്രം വലതുഭാഗത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്തിൻ്റെ ഫലമായിട്ട്? വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളിൽ വരുന്ന അനുകൂലമായ മാറ്റം. അപ്പോൾ വില ഒഴികെയുള്ള മറ്റൊരു ഘടകമാണ് എന്ത് എന്ന് പറയുന്നത്? ഉപഭോക്താവിൻ്റെ വരുമാനം. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ അയാൾക്ക് കൂടുതലായിട്ട് ആ വസ്തു വാങ്ങാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ചോദന വക്രം എന്ത് ചെയ്യുന്നു? വലതുഭാഗത്തേക്ക് മാറുന്നു. ഇതിനെ എന്ത് എന്ന് പറയുന്നു? ചോദനത്തിലെ വക്രം. അല്ലെങ്കിൽ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ താല്പര്യം ഒരു വസ്തുവിന് അനുകൂലമായിട്ട് വരികയാണ്. അയാൾ ആ വസ്തു വാങ്ങാൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചോദനം വർദ്ധിക്കും. ആ സമയത്തും ചോദന വക്രം വലതുഭാഗത്തേക്ക് മാറും.
ഇനി ഒരു പ്രതിസ്ഥാപന വസ്തുവിന്റെ വില വർദ്ധിക്കുകയാണ്. ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വസ്തുവിന്റെ വില വർദ്ധിക്കുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ വസ്തുവിന് പകരം നമുക്ക് മറ്റേ വസ്തു അല്ലെങ്കിൽ ആദ്യത്തെ വസ്തു ഉപയോഗിക്കാൻ പറ്റും. ഈ സമയത്ത് ഒന്നാമത്തെ വസ്തുവിന്റെ ചോദനം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ആ വസ്തു ആളുകൾ കൂടുതലായിട്ട് വാങ്ങുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ സാധനത്തിന്റെ ചോദന വക്രം വലതുഭാഗത്തേക്ക് മാറും. അപ്പൊ നമുക്ക് കാണാം ഇവിടെ വിലയിലെ മാറ്റമില്ല, വില സ്ഥിരമാണ്. വിലയിതര ഘടകങ്ങളിൽ വരുന്ന അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായിട്ട് ചോദന വക്രം വലതുഭാഗത്തേക്ക് മാറുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ വർധനവ് എന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? മോർ ഡിമാൻഡഡ് അറ്റ് ദി സെയിം പ്രൈസ്. അതേ വിലയിൽ കൂടുതൽ ചോദനം ചെയ്യപ്പെടും. ആ സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇവിടെ വിലയിൽ മാറ്റമില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? ചോദനത്തില് വർധന ഉണ്ടാകുന്നു. അപ്പോൾ വില അതേ വിലയിൽ കൂടുതലായിട്ട് ചോദനം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ വർധനവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? Demand curve shifting to rightward or upward due to changes in non-price factors, or more demanding at the same price. That situation is known as increase in demand. Then we can explain this with the help of a diagram. For drawing a demand curve, we are taking quantity demanded on x-axis and price on y-axis. Then here we are drawing a demand curve. Demand curve is D. Then we know here price is fixed or there is no change in price. So here price is OP, there is no change in price. That is why here we can draw a straight line parallel to x-axis for representing price. Then here, due to favorable change in non-price factors, for example income, when income of the consumer increases, he can purchase more. So here, due to favorable changes in non-price factors, demand curve will shift to rightward. Then DD will shift to D1 to right side or to upwards. Then here new demand curve is D1. In the first case, here quantity demanded is OQ. Here quantity demanded increases from OQ to OQ1. Then here the movement from Q to Q1, or the movement from point A to B, that represents increase in demand. So here we can see here demand curve shifted to rightward or upward due to change in non-price factors. Here price is fixed, that is OP. The movement from A to B, that is known as increase in demand. അപ്പോൾ നമ്മൾ ചോദനത്തിലെ വർധനവ് ഇവിടെ ഒരു രേഖാചിത്രത്തിന്റെ സഹായത്താൽ വിവരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദന വക്രം വരയ്ക്കാനായിട്ട് നമ്മൾ എക്സ് അക്ഷത്തില് ചോദനം ചെയ്യപ്പെടുന്ന അളവും y അക്ഷത്തില് വിലയുമാണ്
ഇവിടെ നമ്മൾ ചോദന വക്രം വരച്ചു, അതാണ് എന്ത് ഡി ഡി. അതേ സമയത്ത് ഇവിടെ വില സ്ഥിരമാണ്. നമ്മൾ പറഞ്ഞു വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളിൽ വരുന്ന മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ചോദനത്തിലെ വർധനവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലയിൽ മാറ്റമില്ല എന്ന് കാണിക്കാനായിട്ട് നമ്മളിവിടെ ഒ പി സ്ഥിരമായിട്ട് നിർത്തുന്നു. അത് ഇവിടെ ഡയഗ്രത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ചോദന വക്രം എന്താണ്, ഡി ഡി ആണ്. അപ്പോൾ ഈ പ്രൈസ് ലൈനും ചോദന വക്രവും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ നിന്ന് എക്സിലേക്ക് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് ചോദനം ചെയ്യപ്പെടുന്ന അളവ് കിട്ടുന്നു. ഇവിടെ ചോദനം ചെയ്യപ്പെടുന്ന അളവ് എന്താണ്, ഇവിടെ വില ഒഴികെയുള്ള മറ്റു ഘടകങ്ങളിൽ വരുന്ന അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായിട്ട് ചോദന വക്രം ഡി ഡിയിൽ നിന്ന് D1 ആയിട്ട് വലതുഭാഗത്തേക്ക് മാറും. അപ്പോൾ ഇവിടെ വില ഒഴികെയുള്ള മറ്റു ഘടകങ്ങളിൽ വരുന്ന മാറ്റം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വില ഒഴികെയുള്ള മറ്റു ഘടകങ്ങളിൽ വരുന്ന അനുകൂലമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ, വില ഒഴികെ ഏതൊക്കെ ഘടകങ്ങളാണുള്ളത്? ഉപഭോക്താവിന്റെ വരുമാനം, ഉപഭോക്താവിന്റെ അഭിരുചിയും മുൻഗണനകളും, മറ്റ് ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലകൾ, ഇതൊക്കെയാണ് ചോദനത്തെ നിർണ്ണയിക്കുന്ന വില ഒഴികെയുള്ള മറ്റു ഘടകങ്ങൾ. അതിൽ അനുകൂലമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കും. അപ്പോൾ അയാൾക്ക് കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ആ ഒരു കേസിൽ എന്ത് ചെയ്യും? ചോദന വക്രം വലതു ഭാഗത്തേക്ക് മാറും. അല്ലെങ്കിൽ ഒരു വസ്തുവിന് അനുകൂലമായിട്ടുള്ള അഭിരുചിയും മുൻഗണനയും, ഒരു ഉപഭോക്താവിന് എന്ത് ചെയ്യുക, ഒരു വസ്തുവിനോട് കൂടുതൽ താല്പര്യം തോന്നുക, അല്ലെങ്കിൽ ആ ഫാഷനോട് കൂടുതൽ താല്പര്യം തോന്നുക, അപ്പോൾ അത്തരം വസ്തുക്കൾ കൂടുതൽ വാങ്ങുന്നു, ചോദനം വർദ്ധിക്കുന്നു. ആ സമയത്തും ചോദന വക്രം എന്ത് ചെയ്യുന്നു? വലതു ഭാഗത്തേക്ക് മാറും. ഇനി ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വസ്തു, അതിന്റെ വില വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്താ ചെയ്യാം? ആദ്യത്തെ വസ്തുവാണ് കൂടുതലുമായിട്ട് വാങ്ങുക. ആ സമയത്തും ആ വസ്തുവിന്റെ ചോദനം വർദ്ധിക്കുന്നു, ചോദന വക്രം വലതു ഭാഗത്തേക്ക് മാറുന്നു. ഇതാണ് അനുകൂലമായ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വില ഒഴികെയുള്ള ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റ് ഘടകങ്ങളിൽ അനുകൂലമായ മാറ്റം സംഭവിക്കുമ്പോൾ ചോദന വക്രം വലതു ഭാഗത്തേക്ക് മാറുന്നു. ഇവിടെ ഡയഗ്രത്തില് ഡി ഡി എന്തായിട്ട് മാറുന്നു? D1 ആയിട്ട് വലതു ഭാഗത്തേക്ക് മാറുന്നു. അപ്പോൾ ചോദനം ചെയ്യപ്പെടുന്ന അളവ് OQവിൽ നിന്ന് OQ1 ആയിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ Qവിൽ നിന്ന് Q1ലേക്കുള്ള മാറ്റം, അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള മാറ്റം, അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ വർധനവ് എന്ന് പറയുന്നത്. വിലയില് മാറ്റങ്ങളില്ല. വില ഒഴികെയുള്ള ചോദനത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റു ഘടകങ്ങളിൽ വരുന്ന പ്രതികൂലമായ മാറ്റത്തിന്റെ ഫലമായിട്ട് ചോദന വക്രം ഇടത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് മാറുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ കുറവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ പ്രതികൂലമായ മാറ്റം? നമുക്കറിയാം മറ്റു ഘടകങ്ങൾ എന്താണ്? ഉപഭോക്താവിന്റെ വരുമാനം, ഉപഭോക്താവിന്റെ അഭിരുചിയും മുൻഗണനകളും, മറ്റു വസ്തുക്കളുടെ വിലയിൽ വരുന്ന മാറ്റം, ഇതൊക്കെയാണ്. ഇവിടെ പ്രതികൂലമായ മാറ്റം എന്ന് പറയുന്നത് എന്താകാം? വരുമാനത്തിൽ വരുന്ന കുറവ്. വരുമാനം കുറഞ്ഞാൽ ആദ്യം വാങ്ങിയ അളവിൽ വാങ്ങാൻ പറ്റിയില്ല, അപ്പോൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കുറയുന്നു, ചോദനം കുറയുന്നു. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പ്രത്യേകതരം ഫാഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വസ്തുവിനോടുള്ള താല്പര്യം ഉപഭോക്താവിന് കുറയുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? വാങ്ങുന്ന അളവ് കുറയുകയും ചോദനം കുറയുകയും ചെയ്യും. ഇനി മറ്റു വസ്തുക്കളുടെ വിലകൾ, പ്രതിസ്ഥാപന വസ്തുക്കളായിട്ടുള്ള മറ്റു വസ്തുക്കളുടെ വിലയില് കുറവ് സംഭവിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ഈ വസ്തുവിന് പകരം മറ്റൊരു വസ്തു വാങ്ങും. അപ്പോൾ ഒന്നാമത്തെ വസ്തുവിന്റെ ചോദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി അല്ലെങ്കിൽ പൂരക വസ്തുക്കളുണ്ട്. ഇപ്പൊ നമുക്കറിയാം എന്താണ്? പെട്രോൾ, കാർ, ഇതൊക്കെ പൂരക വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. പെട്രോളിന്റെ വിലയങ്ങ് വർദ്ധിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? കാറിന്റെ ചോദനം കുറയും. അപ്പൊ ഇങ്ങനെയുള്ള പ്രതികൂലമായ മാറ്റത്തിന്റെ ഫലമായിട്ട് ചോദനം കുറയുന്നു, അല്ലെങ്കിൽ ചോദന വക്രം ഇടത് ഭാഗത്തേക്ക് മാറുന്നു, അല്ലെങ്കിൽ ചോദന വക്രം താഴേക്ക് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ കുറവെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു രേഖാചിത്രത്തിന്റെ സഹായത്താല് the leftward shift of demand curve or downward shift of demand curve due to unfavorable changes in non-price factors, that is known as decrease in demand. This we can explain with the help of a diagram here. For drawing demand curve,
We are representing quantity demanded on x-axis and price on y-axis. Then here we are drawing one demanded curve. DD is the original demanded curve. Then we know there is no change in price, so price is fixed here. For representing the fixed price here, we are drawing a straight line parallel to x-axis. Okay, here price is OP. Then here we can find out quantity demanded. Here quantity demanded, that is OQ. Then we can mark here B. Then due to unfavorable changes in non-price factors, the demand curve will shift to leftward or downward. D1, D1. Then here new quantity demanded Q1 here. Here we can mark A. Here we can see due to unfavorable changes in non-price factors, demand curve shifted to leftward. As a result, quantity demanded decreases from OQ to OQ1. Then here the movement from B to A or movement from OQ to OQ1, that is known as decrease in demand. അപ്പോൾ നമ്മൾ ചോദനത്തിൽ വന്ന കുറവ് ഒരു രേഖാചിത്രത്തിന്റെ സഹായത്താൽ ഇവിടെ കാണിക്കുകയാണ്. ഒരു ചോദന വക്രം വരയ്ക്കാനായിട്ട് നമ്മൾ x അക്ഷത്തിൽ ചോദനം ചെയ്യപ്പെടുന്ന അളവും y അക്ഷത്തിൽ വിലയും രേഖപ്പെടുത്തും. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഡിമാൻഡ് കർവ് ഏതാണ്? DD ആണ്. ഇവിടെ നമുക്കറിയാം വിലയിൽ മാറ്റമില്ല, വില OP ആണ്, അത് സ്ഥിരമാണ്. അത് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? x അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖ. അപ്പോൾ ഈ വിലയുടെ ഈ രേഖയും ചോദന വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ചോദനം ചെയ്യപ്പെടുന്ന അളവ് അതെന്താണ്? OQ ആണ്. അപ്പോൾ ഇവിടെ വില ഒഴികെയുള്ള മറ്റു ഘടകങ്ങളിലെ പ്രതികൂലമായ മാറ്റമാണ് വരുന്നത്. ഉദാഹരണമായിട്ട് ഉപഭോക്താവിന്റെ വരുമാനം കുറയുന്നു, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ചോദനം കുറയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലെ ചോദന വക്രം എന്ത് ചെയ്യുന്നു? ഇടതുഭാഗത്തേക്ക് ആവും. അപ്പോൾ പുതിയ ചോദന വക്രം എന്താണ്? D1 ആണ്. ഇവിടെ ചോദനം ചെയ്യപ്പെടുന്ന അളവ് OQയിൽ നിന്ന് എന്തായിട്ട് കുറയുന്നു? OQ1 ആയിട്ട് കുറയുന്നു. അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഒരു മാറ്റം കാണാം? B എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് Aയിലേക്കുള്ള മാറ്റം. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ചോദനത്തിലെ കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക് എന്താണ്? ചോദനത്തിൽ വരുന്ന മാറ്റം, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. There are two types of changes in demand, which are the movement along the demand curve. Second one, that is shift in demand curve. There are two types of shifts in demand, that is increase in demand and decrease in demand. അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് ചോദനത്തിൽ വരുന്ന മാറ്റം. അപ്പോൾ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് ചോദനത്തിൽ സംഭവിക്കുന്നത്. ഒന്ന് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും രണ്ടാമത് എന്താണ്? ചോദന വക്രത്തിന്റെ മാറ്റവും. അപ്പോൾ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം സംഭവിക്കുന്നത് ചോദനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായിട്ടുള്ള വിലയിൽ വരുന്ന മാറ്റത്തിന്റെ ഫലമായിട്ടാണ്. അതേ സമയത്ത് ചോദന വക്രത്തിന്റെ മാറ്റം സംഭവിക്കുന്നത് വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളിൽ വരുന്ന മാറ്റത്തിന്റെ ഫലമായിട്ടാണ്. ഇനി ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം രണ്ട് തരത്തിലാണ്. ചോദനത്തിന്റെ വികാസവും
അല്ലെങ്കിൽ ചോദനത്തിന്റെ വ്യാപനം എന്ന് പറയും. രണ്ടാമത് എന്താണ്? ചോദനത്തിന്റെ സങ്കോചം. ഇനി ചോദന വക്രത്തിന്റെ മാറ്റം അല്ലെങ്കിൽ ചോദനത്തിന്റെ മാറ്റം രണ്ട് രീതിയിലാണ്. ചോദനത്തിന്റെ വർധനവും ചോദനത്തിന്റെ കുറവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടുകൾ തന്നിട്ടുണ്ട്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക? നോട്ടുകളൊന്ന് വായിച്ചു നോക്കുക. ഇനി വായിച്ചു നോക്കിയ പോലെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഡയഗ്രങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വരച്ച് നോക്കുക. അതിലെ ഈ ബന്ധങ്ങൾ കാണാൻ കഴിയുന്നതൊന്ന്